നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ സ്ത്രീക്ക് നിങ്ങളോട് ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നത്, എന്താണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ളത്. ചില വികാരങ്ങൾ വാക്കുകളിലൂടെ പുറത്തു വരും, ചിലത് നോട്ടങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെ, ചിലതൊരിക്കലും തുറന്നു പറയപ്പെടുകയുമില്ല. ഇന്ന് ആ പറയാതെ സൂക്ഷിച്ചിരിക്കുന്ന ആ ലെയറാണ്, ആ രഹസ്യമായ ചിന്താഗതിയാണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു ആളെ, അതായത് നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ അറിയേണ്ടത്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേഴ്സണെ പറ്റി, നമ്മളൊരു സ്ത്രീയെ പറ്റിയാണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന, അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എങ്ങനെയും ആയിക്കോട്ടെ, കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന, നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഒരു മേഖലയിൽ നിങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു സ്ത്രീയായി നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരാളെ പ്രധാനമായിട്ട് ഉറപ്പിച്ചു വെക്കുക. അങ്ങനെ ഉറപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ജനറൽ ഇത് കാണുക. ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. എന്തായാലും എന്താണ് കാർഡ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ മനസ്സിൽ വിചാരിക്കുന്ന സ്ത്രീക്ക് ഇപ്പോൾ അവരോടുള്ള യഥാർത്ഥ മനോഭാവം എന്താണ്? അവർ പുറത്തു കാണിക്കാത്ത വികാരവും ഈ ബന്ധത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന യഥാർത്ഥ എനർജിയും വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, ആദ്യം വന്ന ജമ്പേഴ്സ് ആണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ ആണല്ലോ. വറി ആൻഡ് പീസ്, വറി ആൻഡ് പീസ്, ഇതാണ് നമുക്ക് കിട്ടിയ ജമ്പേഴ്സ്. ഓക്കെ, ഡിസപ്പോയിന്റ്മെന്റ്, ഏസ് ഓഫ് വാണ്ട്സ്, ഫൂൾ, Devil and Prince of Disc. Okay. ഇവിടെ ആദ്യമായിട്ട് വരുന്നത് വറിയാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്ത വളരെ ശക്തമായി കിടക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ മനസ്സിൽ ഏതു നേരവും ഉള്ള ഒരു വ്യക്തിയാണ്. അവർ നിങ്ങളെക്കുറിച്ച് കംപ്ലീറ്റ്ലി ന്യൂട്രലായി നിൽക്കുന്ന ഒരാളല്ല. എന്തോ ഒരു കാര്യം അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു, എങ്ങനെ പെരുമാറി, എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്, ഇതൊക്കെ അവർ മനസ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വറി എന്നത് നിങ്ങളോടുള്ള ഒരു സിമ്പിൾ ഡിസ്ലൈക്ക് അല്ല. അതായത് ഒരു ഇഷ്ടക്കേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെക്കുറിച്ച് അവർക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്, വെറുതെ ഒരു ഇഷ്ടക്കേട് കൊണ്ടുള്ള ചിന്തയല്ല. നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മ അവരുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട്. നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ചിലർക്കിത് വീട്ടിലൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിറ്റുവേഷൻ ആയിരിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളിലും നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലും അഭിപ്രായം പറയാൻ സ്വാധീനമുള്ള ഒരു സ്ത്രീ ആയിരിക്കാം അത്. മറ്റു ചിലർക്ക് ഇത് വർക്ക് പ്ലേസിൽ നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന അറ്റൻഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് അവർക്കൊരു കൺക്ലൂഷൻ എടുക്കണമെന്നൊരു ആവശ്യമുള്ളത് പോലെ തോന്നുന്നു. അതായത് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം, ഒരു നിഗമനത്തിലേക്ക് എത്തണം. പക്ഷെ അത് അവർക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാലും അവരുടെ മനസ്സിൽ ഒരു സ്റ്റോറി ഉണ്ടാകാം. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ആരോടാണ് കൂടുതൽ അടുപ്പം, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചേക്കാം. അതുകൊണ്ട് എനിക്ക് ഈ കാർഡിൽ നിന്നും തോന്നുന്നത് നിങ്ങളോടുള്ള അവരുടെ മനോഭാവത്തിൽ ഒരു മെന്റൽ പ്രഷർ ഉണ്ട് എന്നത് തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് അവർക്ക് കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആയ ഒരു ഒപ്പീനിയൻ ഇതുവരെ ഇല്ല, ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. ഇനി ഈ വറിയുടെ, ഈ ടെൻഷന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് അസൂയയാണോ,
ഭയമാണോ, നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണോ, അതോ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥതയാണോ? അറിയുടെ പിന്നിൽ എന്താണ് എന്ന് നോക്കുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം കാണുന്നുണ്ട്. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു പീസ് വേണം. അതാണ് നമുക്ക് ഇതിൽ നിന്ന് ആദ്യം തന്നെ കാണുന്നത്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ, ഒരു അകൽച്ച, ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പറയാതെ കിടക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ഈ സ്ത്രീക്ക് നിങ്ങളുമായി തർക്കം ഉണ്ടാക്കുന്നതിനേക്കാൾ കാര്യങ്ങൾ സ്വന്തം നിയന്ത്രണത്തിലുള്ള രീതിയിൽ ശാന്തമാക്കാനാണ് താല്പര്യം. അവരുടെ നിയന്ത്രണത്തിൽ നിങ്ങളെ കൊണ്ടുവരണം. നിങ്ങൾ പീസ്ഫുള്ളി നിൽക്കണം. അവരുടെ റോള് അംഗീകരിച്ച് നിൽക്കണം. തർക്കം ഉണ്ടാക്കരുത്. ശാന്തത വേണം. പക്ഷെ അവരുടെ റോളായിരിക്കണം, അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും നേരിട്ട് പറയാതെ ഉള്ളിൽ വെച്ച് പെരുമാറാൻ സാധ്യതയുണ്ട്. കാരണം തർക്കമല്ല അവർക്ക് താല്പര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യത്തിലാണെന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് വഴക്കല്ലായിരിക്കും. കാര്യങ്ങൾ അവരുടെ മനസ്സിന് അനുകൂലമായി സെറ്റിൽ ആകണം എന്ന താല്പര്യമായിരിക്കും. ഈ കാർഡിൽ അത്തരമൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഈ സ്ത്രീ നിങ്ങളെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് എന്തായാലും കാണുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തയിൽ ഇതെങ്ങനെ ശാന്തമായി കൈകാര്യം ചെയ്യാം എന്നൊരു ഭാഗമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. വീട്ടിലെ സാഹചര്യവുമായി കണക്ട് ചെയ്യുന്നവർക്ക് ഒരേ വീട്ടിലോ കുടുംബാന്തരീക്ഷത്തിലോ ഉള്ള ഒരു സ്ത്രീയുമായി ഒരു പഴയ ടെൻഷൻ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്കൊന്നും പറയാതെ സിറ്റുവേഷൻ കാമാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ, ഒരു സീനിയർ വുമൻ ആണെങ്കിൽ, ഒരു മുതിർന്ന സ്ത്രീ നിങ്ങളുമായി അൺനെസസറി കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടും ഇതിനെ കാണാം. ഇനി നേരത്തെ ഉണ്ടായ ടെൻഷനും കാര്യങ്ങളും ആണെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് അവർ ഒരു പ്രത്യേക പ്രതികരണം പ്രതീക്ഷിച്ചിരിക്കാം, ഒരു പെരുമാറ്റ രീതി പ്രതീക്ഷിച്ചിരിക്കാം. നിങ്ങൾ അവരുടെ ഭാഗത്തേക്ക് കുറച്ചുകൂടി വരുമെന്ന് അവർ കരുതിയിരിക്കാം. അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുമെന്ന് കരുതിയിരിക്കാം. അല്ലെങ്കിൽ അതായിരുന്നിരിക്കാം അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷെ അവരുടെ എക്സ്പെക്ടേഷനും യാഥാർത്ഥ്യത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പോൾ വളരെ കൺട്രോൾഡ് ആയിട്ട് പെരുമാറുന്നത്. അവർക്ക് ഉള്ളിലെ ഡിസപ്പോയിന്റ്മെന്റ് പുറത്ത് കാണിക്കാതിരിക്കാൻ അവർ സ്വയം പിടിച്ചു നിർത്തുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ കൺട്രോൾഡ് ബിഹേവിയറിന്റെ പിന്നിലെ കാര്യം. മറ്റൊരു സാധ്യത കൂടിയുണ്ട്. നിങ്ങൾ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കാത്തത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം അവരെ അപ്സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടതില്ലെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് നിങ്ങളിൽ നിന്നൊരു പെർട്ടിക്കുലർ റോള് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, ഇവിടെ ആ ഡിസപ്പോയിന്റ്മെന്റ് കൂടുതൽ ശക്തമായിട്ട് നമ്മൾ കാണണം. കുടുംബത്തിൽ നിങ്ങളെക്കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നിരിക്കാം ഇത്. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ എടുക്കുമെന്ന് കരുതിയിരുന്ന ഒരാളായിരിക്കാം. അവർ നിങ്ങളോട് പൂർണ്ണമായിട്ട് ഇൻഡിഫറന്റ് അല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡിസപ്പോയിന്റ്മെന്റ് ഇത്ര ശക്തമായിട്ട് വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രതീക്ഷ വെച്ചിരുന്നത് കൊണ്ടാണ് നിരാശ ഉണ്ടായത് എന്നതാണ്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിൽ ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷൻ ഉണ്ട്. പുറത്തവർ കാമായിരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉള്ളിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന ഒരു ഫീലിംഗ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡിൽ ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷൻ ഉണ്ട്. പുറത്തവർ കാമായിരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉള്ളിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്നൊരു വലിയൊരു നിരാശ ഇപ്പോഴും കിടക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കണം. ഈ നിരാശ നിങ്ങളെക്കുറിച്ച് മാത്രമുള്ളതാണോ, അതോ ഈ സ്ത്രീ സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മറ്റൊരു ഇമോഷണൽ ഡിസപ്പോയിന്റ്മെന്റ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും നിരാശ നിങ്ങളിലേക്ക് കൂടി പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ? അതുകൂടി നമുക്കറിയണം. ഡിസപ്പോയിന്റ്മെന്റിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് വാൺസ് ആണ്. ഇവിടെ ഈ എനർജി വന്നിരിക്കുമ്പോൾ അത് റീഡിങ്ങിന്റെ ഇതുവരെയുള്ള എനർജി ആകെ മാറുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് അവരുടെ ചിന്തയും ഉള്ളിൽ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും ഒരു നിരാശയുമൊക്കെ ആയിരുന്നെങ്കിൽ, ഏസ് ഓഫ് വാൺസ് വന്നപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഒരു സ്ട്രോങ് റിയാക്ഷൻ ഉണ്ടെന്ന് കാണിക്കുന്നു. അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് പൂർണ്ണമായി മുന്നോട്ട് പോയ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കാണുമ്പോഴോ നിങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അവരുടെ ഉള്ളിൽ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് അട്രാക്ഷൻ ആയിരിക്കാം, ഇറിറ്റേഷൻ ആയിരിക്കാം, ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു സ്ട്രോങ് അർജ് ആയിരിക്കാം.
ഏസ് ഓഫ് വൺസിന്റെ എനർജി വളരെ പാസീവായിട്ടുള്ള ഒരു എനർജി അല്ല. ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യണം, ഒരു നിലപാടെടുക്കണം എന്ന തരത്തിലുള്ള ഒരു ഇമ്പൾസ് ആണ്. അതുകൊണ്ട് ഈ സ്ത്രീക്ക് നിങ്ങളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണം, ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ സ്വന്തം പൊസിഷൻ വ്യക്തമാക്കണമെന്ന തോന്നൽ ഉണ്ടാകാം. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലൂ കൂടിയുണ്ട്. അവർക്ക് നിങ്ങളിൽ ഒരു സ്ട്രോങ് ഇൻഡിവിജ്വാലിറ്റി കാണുന്നുണ്ട്. നിങ്ങളൊരു സ്വതന്ത്രനായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയാണ്. നിങ്ങൾ സ്വന്തം രീതിയിൽ മുന്നോട്ട് പോകുന്നത്, മറ്റുള്ളവരുടെ അപ്രൂവൽ കാത്തിരിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നത്, ഇതൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ റിയാക്ഷൻ സിമ്പിൾ അല്ല. ഇത് ഒരേ കുടുംബത്തിലെ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് അവരിൽ ഒരു കോമ്പറ്റീറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അറ്റൻഷൻ, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഇവരുടെ ഉള്ളിൽ ഞാനും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊരു അങ്ങനെ ഒരു എനർജി ഉണ്ടാക്കിയിരിക്കാം. ഇത് ഏസ് ഓഫ് വാൺസ് വന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇതിനൊരു റൊമാൻറ്റിക് അട്രാക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഏസ് ഓഫ് വാൺസ് സാധാരണ അങ്ങനെ ഒരു ഫീൽ കൊണ്ടുവരുന്ന ഒരു കാർഡാണ്, വരുന്ന ഒരു കാർഡാണ്. അട്രാക്ഷനേക്കാൾ വലിയൊരു കാർഡാണ്. സ്ട്രോങ് പേഴ്സണൽ റിയാക്ഷൻ ആണിത്. നിങ്ങളോട് അവർക്ക് എന്തോ ശക്തമായ ഒരു എനർജി, ഒരു വികാരമാണ് അനുഭവപ്പെടുന്നത്. അതിനെ അവർ വെറുതെ തള്ളിക്കളയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ പാസീവായിട്ട് വിട്ടുകളയാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇതുവരെ കിട്ടിയ ഒരു ചിത്രം നോക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആകുലതയുണ്ട്, എന്നാൽ അല്ലെങ്കിൽ ഉള്ളിൽ വലിയ ഒരു കടുത്ത ഒരു വിഷമം, വറി ഉണ്ട്. അവർ പുറത്തേക്ക് അത് കാണിക്കാതെ ഒരു പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്നു. എങ്കിലും നിരാശയാണ് അവരുടെ അടിത്തട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വികാരം. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളെ ചുറ്റിപ്പറ്റി ഇപ്പോഴും അവരുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു തീയുണ്ട്. ഈ സ്ത്രീ നിങ്ങളെ കംപ്ലീറ്റ്ലി ഇറലവന്റ് ആയിട്ട് കാണുന്നില്ല അവരുടെ ലൈഫിൽ എന്നതാണ് സത്യം. ഈ സ്ത്രീയെ നമുക്ക് അവരുടെ ഒരു ബിഹേവിയർ നോക്കുമ്പോൾ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റാത്ത ഒരാളാണ്. അവർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി ഒന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനേ സാധിക്കില്ല. അവർ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യതയുണ്ട്. അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവരിൽ നിന്ന് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ പ്രതീക്ഷിച്ചിട്ട് അവർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് പെരുമാറിയിട്ടും ഉണ്ടാകാം. നിങ്ങളോട് സംസാരിക്കുമെന്ന് തോന്നുമ്പോൾ മിണ്ടാതിരിക്കുക, അടുത്തു വരുമെന്ന് തോന്നുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുക, പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട് പെരുമാറുക, വളരെ നോർമലായിട്ട് പെരുമാറേണ്ട സമയത്ത് ഒരു അൺഎക്സ്പെക്ടഡ് റിയാക്ഷൻ കാണിക്കുക. ഇത്തരത്തിലുള്ള അൺപ്രഡിക്റ്റബിലിറ്റി ഇവിടെ കാണാം. ഇവിടെ മറ്റൊരു കാര്യം കാണുന്നത് ഒരു ഫ്രീഡമാണ്. നിങ്ങൾ നടക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ, അതായത് ഫ്രീഡം ആസ്വദിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫ്രീഡം അവർക്ക് സഹിക്കാനേ കഴിയുന്നില്ല. എന്നാൽ അവർ ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ നിങ്ങളുടെ രീതിയിൽ പോകാൻ അനുവദിക്കേണ്ടി വരുന്നു എന്നൊരു റിയലൈസേഷൻ അവർക്കുണ്ടാകാം. നിങ്ങൾ ആരുടെയും എക്സ്പെക്ടേഷനിൽ പൂർണ്ണമായി ഒതുങ്ങുന്നില്ലെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ വന്ന ആ ഡിസപ്പോയിന്റ്മെന്റ് കാർഡും ഇതുമായി ഒരു കണക്ഷൻ ഉണ്ട്. പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾ പെരുമാറിയില്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും അവർക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നവർക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഈ ഫൂളിന്റെ ഒരു എനർജി നോക്കുമ്പോൾ ഒരു യൂത്ത്ഫുൾ എനർജിയാണ്. അതുകൊണ്ട് ഈ സ്ത്രീ നിങ്ങളിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വാളിറ്റി കാണുന്നുണ്ടാവാം. നിങ്ങൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർ ആലോചിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് അധികം പേടിക്കാതെ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ധൈര്യസമേതം അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നു, മുന്നോട്ട് പോകുന്ന എന്ന ഇംപ്രഷൻ അവർക്കുണ്ടാകും. ആരെയും ഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു യുവത്വത്തിന്റെ എനർജി ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു ഷാഡോ സൈഡ് കൂടി ഉണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അതായത് ഒരു കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കുറച്ച് ഇമ്പൾസീവ് ആയിട്ട് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചൊരു ഫിക്സ്ഡ് ഒപ്പീനിയൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ എനർജി ഒരു പെട്ടെന്നുള്ള മാറ്റം, പുതിയ തുടക്കം, അല്ലെങ്കിൽ പഴയ പാറ്റേൺ ബ്രേക്ക് ചെയ്യലിനെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഡയനാമിക്സ് അതേപടി തുടരണമെന്നില്ല. ഈ സ്ത്രീയുടെ മനോഭാവം ഇതുവരെ നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവർ നിങ്ങളെക്കുറിച്ച് ഒരു സെറ്റിൽഡ് പൊസിഷനിൽ എത്തിയിട്ടില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, വളരെയധികം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നിരാശ വെച്ച് പുലർത്തുന്നുണ്ട്, മനസ്സിനുള്ളിൽ അത് ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആകുലതകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട്
പുറമേക്കൊന്നും അറിയാത്തതുപോലെ പെരുമാറുന്ന ഒരു രീതിയാണ് അവർ കാണിക്കുന്നത്. അതേസമയം നിങ്ങളിൽ നിന്നുള്ള ശക്തമായ എനർജി അവരെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഓക്കേ, വന്നിരിക്കുന്ന ഡെവിൾ കാർഡ് ഒരു ശക്തമായ ഒരു ലെയർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീക്ക് നിങ്ങളെങ്ങനെ വെറുതെ നിങ്ങളെ കണ്ടിട്ട് വെറുതെ അങ്ങനെ കടന്നു പോകാൻ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകാനൊന്നും സാധിക്കില്ല. നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. അതായത് നിങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടുകയോ നിങ്ങളുടെ കൺട്രോളിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയോ ചെയ്യേണ്ട ഒരു കീഴ്പ്പെടുത്തി നിർത്തേണ്ട ഒരു സാഹചര്യമില്ല. നിങ്ങൾ ഓൾറെഡി ഒരു പവറിലാണ്. നിങ്ങളുടെ പ്രസൻസ് തന്നെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു എനർജി കൂടെ ഉണ്ട്. നിങ്ങളെ അവർ കമ്പയർ ചെയ്യുന്നതായിരിക്കാം, അനലൈസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതുമായിരിക്കാം. ഇവിടെ ഡെവിളിന്റെ ഏറ്റവും ശക്തമായ ഒരു സന്ദേശം, ഒരു ക്ലൂ എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതായിട്ട് തന്നെ എടുക്കുന്നു, നിങ്ങളുടെ കൺട്രോളിൽ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും എക്സ്പെക്ടേഷന് അനുസരിച്ച് പെരുമാറാതിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ വരാം. ഇത് ഈ സ്ത്രീക്ക് വളരെ അനിഷ്ടമുണ്ടാക്കുന്നുണ്ട്, നിരാശ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ ഡിസപ്പോയിന്റ്മെന്റ് എന്ന കാർഡിനോട് അലൈൻ ചെയ്താണ് ഈ ഡെവിൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വലിയൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം. നിങ്ങൾ അവരുടെ വാക്കുകൾ എത്രത്തോളം പരിഗണിക്കുമെന്നും നിങ്ങൾ അവരുടെ അപ്രൂവൽ അന്വേഷിക്കുമെന്നും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നതായിട്ട്, അവരെ എത്രത്തോളം നിങ്ങൾ പരിഗണിക്കുന്നു എന്നൊരു ശ്രദ്ധ അവരിലുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അവരുടെ കാൽക്കീഴിൽ നിർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കിടക്കുന്ന എനർജിയാണ് നിങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇതൊരു പവർ ഡൈനാമിക്സ് ആയിട്ട് വരും. പ്രത്യേകിച്ച് നിങ്ങളുമായി ഒരേ കുടുംബത്തിൽ ഇടപെടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവർക്ക് എളുപ്പത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം. വർക്ക് പ്ലേസ് ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കുന്ന, നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ കഴിവുമായി നിങ്ങളെ കമ്പയർ ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാം ഇത്. പക്ഷെ ഡെവിളിന്റെ മറ്റൊരു വശം കൂടി നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോട് ഒരു സ്ട്രോങ് ഫാസിനേഷൻ ഉള്ള ഒരു വ്യക്തി. ഇത് അഡ്മിറേഷൻ ആയിരിക്കാം, അട്രാക്ഷൻ ആയിരിക്കാം, ജലസി ആയിരിക്കാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലാണ് എന്തായാലും. അല്ലെങ്കിൽ ഇതെല്ലാം മൂന്നും ചേർന്ന് വരുന്നതോ ഒരു രണ്ടെണ്ണമെങ്കിലും ഒരുമിച്ചുണ്ടായിരിക്കുന്നതോ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവരുടെ റിയാക്ഷൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം, തോന്നിയിട്ടുണ്ടാവാം. ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഇത്രയും ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പ്രസൻസ് അവർക്കുള്ളിൽ ഒരു റിയാക്ഷൻ എന്തായാലും എപ്പോഴും ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിങ്ങളിൽ കാണുന്ന സ്വാതന്ത്ര്യം, കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത്, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നത്, അവർക്ക് സ്വന്തമായി ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം. അവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയെ അത് വർദ്ധിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അഡ്മിറേഷനും കമ്പാരിസനും ഇടയിലുള്ള ഒരു ഇമോഷൻ ആയിരിക്കാം ചിലപ്പോൾ. ഓക്കേ, നിങ്ങളെക്കുറിച്ച് അവർക്ക് വറിയുണ്ട്, പുറത്തേക്ക് പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഇതിനിടയിലും നിങ്ങളോട് ശക്തമായ എന്താണ് വികാരമെങ്കിലും അത് അതിശക്തമായ രീതിയിൽ നിൽക്കുന്നുമുണ്ട്. നിങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു യൂത്ത്ഫുൾ എനർജി നിങ്ങളിൽ ഉണ്ട് എന്ന ഒരു കാര്യവും, നിങ്ങളുടെ സ്വാതന്ത്ര്യവും, ഫ്രീഡം, അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ഇതൊക്കെയാണ് അവരെ ട്രിഗർ ചെയ്യിക്കുന്നത് എന്നതും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടാമെന്ന് വിചാരിച്ചാൽ അതിനൊട്ട് ഈ ഡെവിൾ എനർജി കൊണ്ട് സാധിക്കുന്നുമില്ല. നിങ്ങളോട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് ഈ ഒരു ഡെവിളിന്റെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാവുന്നത്. ഈ സ്ത്രീയുടെ ഉള്ളിൽ നിങ്ങളോട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനം എന്ത് ഫീലാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്? ഇപ്പോൾ എന്താണ് അവർക്ക് ഈ ഒരു ഡൈനാമിക്സ് അവരെവിടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതായ രീതിയിൽ ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ കേട്ടാലും അവസാനം നിങ്ങൾക്ക് പ്രാക്ടിക്കലായി എന്താണ് വേണ്ടത് എന്ന് നോക്കി തീരുമാനിക്കുന്ന ആളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, നിങ്ങൾ സ്ലോലി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവയൊക്കെ അവർ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് പെന്റക്കിൾസ് കാർഡാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ സ്ലോ മൂവിങ് എനർജിയാണ്. പക്ഷെ അത് പതുക്കെയാണെങ്കിലും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉടനടി ഒരു വലിയ കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആക്ഷൻ കാണുമെന്ന് തോന്നുന്നില്ല.
അവർ ഒബ്സർവ് ചെയ്യും, സമയമെടുക്കും, പതിയെ പതിയെ അവർ ഇങ്ങനെ ഈ കാര്യങ്ങളിലൂടെ അവരത് വിട്ടുകളയുന്നല്ല എനർജി, അവർ അതിലുണ്ട്, പതിയെ പതിയെ അവർ ഒരു നിലപാടിലേക്ക് വരും. ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഇവിടെ ഡെവിളിൽ കണ്ട സ്ട്രോങ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ശ്രമം കാണിക്കുന്നുണ്ട് ഇവർ. അതായത് അവരുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ടായാലും അത് പുറമേ കാണിക്കാതെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത് പോലെ കാണിച്ചിട്ട് സിറ്റുവേഷനെ സ്വന്തം കൺട്രോളിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇവരിൽ നിന്ന് ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള മെഷേർഡ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. അവർ പെട്ടെന്ന് പ്രതികരിക്കാത്തത് കൊണ്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കരുതണ്ട. ഈ കാർഡിന്റെ എനർജി അങ്ങനെയല്ല. അവർ ഇപ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യാണ്, ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അത് പതിയെ വരുള്ളൂ. ഇപ്പോഴത്തെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവർ ഈ കാര്യങ്ങളിൽ നിന്ന് അല്പം ഒരു പിന്നോട്ട് പോയിരിക്കുകയാണ്. അത് ഇതെല്ലാം അവസാനിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല. ഈ സ്ത്രീ നിങ്ങളെ ഈസിലി ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് എന്തായാലും കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ നിൽക്കാനും സമയമെടുത്ത കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും കഴിയുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇവർക്ക് എളുപ്പമല്ല. ഇത് നിങ്ങളുടെ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ്, പൊസിഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ത്രീയാണ് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ചയും ഇൻഡിപെൻഡൻസും അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയായി അവർ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷൻ അവർക്ക് ഇഗ്നോർ ചെയ്യാനേ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻ ഉണ്ടായാലും പുറത്തേക്ക് അത് നിയന്ത്രിച്ച് മാത്രം റിയാക്ഷൻസ് മാനേജ് ചെയ്തുകൊണ്ട്, കൺട്രോൾ ചെയ്തുകൊണ്ട് അവർ കൊണ്ടുവരുന്നത്, അതിലവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീയെ കുറിച്ച്, അവരുടെ ചിന്തയെ പറ്റി നമ്മൾ പറഞ്ഞു. നമുക്ക് പേഴ്സണാലിറ്റി ക്ലൂവും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സും നിങ്ങളുടെ പോസിബിൾ ഏരിയ, നിങ്ങളുടെ ലൈഫിൽ ഏത് മേഖലയിലാണ് ഇവർ ഉള്ളതെന്നും ഒക്കെയുള്ള ഒരു ചെറിയ ക്ലൂസ് കൂടി ലഭിക്കുമോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ അസ്ട്രോഡൈസ് റോൾ ചെയ്യുകയാണ്. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് അസ്ട്രോഡൈസ് റോൾ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതായത് ഇപ്പോഴുള്ള അസ്ട്രോളജി, ജ്യോതിഷപരമായ എനർജിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതിൽ കിട്ടിയിരിക്കുന്നത് സാറ്റേൺ ഇൻ പൈസസ് ഇൻ ദ 5th ഹൗസ് ആണ്. അതായത് മീനം രാശിയിൽ ശനി 5ാം ഭാവത്തിൽ നിൽക്കുകയാണ്. മീനം രാശിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുതലയുടെ വായിൽ മാനിന്റെ തലകെട്ട അവസ്ഥയാണ്. ശനിയും വളരെ രൂക്ഷമായൊരു ഗ്രഹമാണ്. ഈ കോമ്പിനേഷൻ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺട്രാസ്റ്റ് കാണാം. അകത്ത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അവർ, പക്ഷെ ആ സെൻസിറ്റിവിറ്റി പുറത്തേക്ക് നിയന്ത്രിച്ചാണ് അവർ പ്രകടമാക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സ്വന്തം ഫീലിങ്സ് പോലും വളരെ എളുപ്പത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണമെന്നില്ല. ചില കാര്യങ്ങൾ ഫീൽ ചെയ്താലും അതിനുടൻ റിയാക്ഷൻ കൊടുക്കാതെ ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവം കാണിക്കാം. 5ാം ഭാവം എന്നത് ഇവിടെ പ്രധാനമാണ്. ഈ സ്ത്രീയുടെ അറ്റൻഷൻ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പ്രഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണത്താലാകാം, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെയോ അവരുടെയോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാകാം. റൊമാൻറ്റിക്കലി എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ഒരു ആ കാര്യങ്ങൾ കൊണ്ടൊരു എനർജി, അവർ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു എനർജി ആകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടോ? ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ പേഴ്സണാലിറ്റി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ, അതൊക്കെ ഈ സ്ത്രീ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇവരുടെ ശ്രദ്ധ. നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്രീസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന അറ്റൻഷൻ ഇവർക്ക് ഒരു പ്രശ്നമാണ്. 5th ഹൗസിന്റെ എനർജി ഇവിടെ വളരെ വ്യക്തമാണ്. അതവർക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെന്നല്ല, അവർ നിങ്ങളെ ഇങ്ങനെ ഒരു കൊതിക്കുന്ന പോലെ ഇല്ലേ, കണ്ണു വയ്ക്കുന്ന പോലെ, അങ്ങനെ ഒരു കാര്യമാണ്. അസൂയയോടെ നോക്കുന്ന പോലെയാണ്. അവരുടെ സ്വന്തം ജീവിതവുമായി കമ്പയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം.
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ സ്ത്രീയുമായുള്ള നിങ്ങളുടെ കണക്ഷൻ കുട്ടികൾ, പാരന്റിങ്, അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു യങ്ങർ പേഴ്സൺ എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊക്കെ ആകാം. അവരുടെ കുടുംബത്തിലെ ഒരു യങ്ങർ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാകാം. അങ്ങനെയും ഒരു ക്ലൂ തരുന്നുണ്ട്. ശനി ഇവിടെ ഉള്ളതിനാൽ അത് 5ാം ഭാവത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളം അനുവദിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ് അവർക്കുള്ളതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ സ്വന്തം സന്തോഷം, സ്വന്തം ക്രിയേറ്റിവിറ്റി, സ്വന്തം ഇമോഷണൽ എക്സ്പ്രഷൻ ഇവയൊക്കെ അങ്ങനെയും കൂടെ നിങ്ങൾ അനുവദിച്ചു തരേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയും അവർക്ക് അവരുടെ ഉള്ളിലുള്ള ചിന്താഗതികളെ വളരെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രകൃതം. മീനം രാശി ഇതിലേക്ക് മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം തുറന്നു പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. ചില കാര്യങ്ങൾ അവർ അവരുടെ ഒരു ഇൻറ്റ്യൂഷൻ കൊണ്ട് മനസ്സിലാക്കും, പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ സ്ത്രീയെ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ മാത്രം നോക്കിയാൽ പോരാ. അവർ എന്താണ് പറയാതെ വെക്കുന്നത്, എന്തിനാണ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പിന്നോട്ട് പോകുന്നത്, എവിടെയാണ് അവർ ബൗണ്ടറി വെക്കുന്നത് എന്നൊക്കെ കൂടി ശ്രദ്ധിക്കണം. അവരുടെ വാക്കുകൾ മാത്രമല്ല അവരുടെ പ്രവൃത്തിയും കൂടി ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ശനി വളരെ സ്ലോ മൂവിങ് പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു കാര്യം മനസ്സിൽ പ്രോസസ് ചെയ്യാൻ സമയമെടുക്കും. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നമ്മൾ നൈറ്റ് ഓഫ് ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് കണ്ടല്ലോ, ഇതും ആ സെയിം എനർജിയോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരു തീരുമാനത്തിലെത്തിയാൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് അവരെത്തിയാൽ അതിൽ നിന്ന് മാറാൻ സാധ്യത കുറവാണ്. വളരെ സമയമെടുത്ത് മാത്രമേ അവരുടെ ചിന്താഗതിയിൽ നിന്ന് അവർ മാറൂ എന്നതാണ്. ഓക്കെ, എന്തായാലും ഈ സ്ത്രീയുടെ ഇമോഷണൽ വേൾഡ് വളരെ സട്ടിലാണ്. പക്ഷെ അതിന്റെ മുകളിൽ അവർ ശക്തമായ ഒരു സെൽഫ് കൺട്രോൾ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സെൽഫ് എക്സ്പ്രഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, ഇവയിൽ ഏതെങ്കിലും അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൽ അസ്വസ്ഥതയുണ്ട്, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ സ്ത്രീയുമായിട്ട് ഇടപെടുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. ഈ സ്ത്രീയുമായി ഇടപെടുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണം? ഇല്യൂസീവ്, കമ്മിറ്റ്മെന്റ്, പോസിബിലിറ്റീസ് ആൻഡ് കേഴ്സ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ സ്ത്രീയെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ്. അവരെല്ലാം തുറന്നു കാണിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഓരോ സൈലൻസിനും ഓരോ റിയാക്ഷനും ഒരർത്ഥം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവർ പറയാതെ വയ്ക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി മുഴുവൻ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അവരൊരു ട്രിക്കറി, ഒരു സത്യസന്ധതയില്ലാത്ത പെരുമാറ്റം, അവരൊരു സ്പൈഡർ വെബ് പോലെ ഇങ്ങനെ വല വിരിച്ച് നിങ്ങളെ അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ആളാണ്. എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് നിങ്ങളെ ട്രിഗർ ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു കാര്യത്തിൽ കുടുക്കിയിടുന്ന, വല വിരിച്ച് നിങ്ങളെ പിടിക്കുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് അതിൽ പോയി വീഴാതിരിക്കുക, അവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മാരേജ്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ തമ്മിലുള്ള റിലേഷനിൽ പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ അത് കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലുള്ള കാര്യങ്ങൾ, അതിലുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി ആയിട്ട് അങ്ങനെ കാണുന്നവർക്ക് അത് കൺഫർമേഷൻ തരുന്ന തരത്തിലൊരു കാർഡ് കൂടിയാണ് കേട്ടോ ഇത്. നിങ്ങളുടെ സ്വന്തം സമാധാനത്തെയും നിങ്ങളുടെ ബൗണ്ടറിയെയും ഒന്നും നിങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ, അവർ കയറി ആക്രമിക്കാതിരിക്കാൻ, കീഴ്പ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടാണ് നിങ്ങൾ കമ്മിറ്റ്മെന്റ് പുലർത്തേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ആക്സെപ്റ്റബിൾ, എന്താണ് അല്ലാത്തത് എന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ ക്ലിയർ ആയിരിക്കണം. ഇവിടെ പോസിബിലിറ്റീസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങളൊരു നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫുൾ കാർഡിൽ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൽ ഇത് വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഒരു റീഡിങ്ങിൽ, റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത ഒരു റീഡിങ്ങിൽ ഇതുണ്ടായിരുന്നു. അതായത് നിങ്ങൾ വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബിഹേവിയർ മാത്രം നോക്കി നിങ്ങളുടെ മുഴുവൻ സിറ്റുവേഷനും ഒരു കൺക്ലൂഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മുന്നിൽ പല വഴികളുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഗ്രോത്തിനെ ഒന്നും അവർക്ക് എന്തെങ്കിലും തോന്നുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കേഴ്സ് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊരു
നെഗറ്റീവായിട്ടുള്ള ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നു എന്നതിനേക്കാൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അത്തരം ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി ചെയ്യാൻ സാധ്യതയുള്ളതും, അതായത് ശപിക്കുക, പ്രാകുക പോലെയുള്ള, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ഒരു ആളാവാൻ സാധ്യതയുണ്ട് അവർ. അപ്പോൾ അവരുടെ ആ നെഗറ്റിവിറ്റി, മാനിപ്പുലേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പോയി അകപ്പെടാതിരിക്കുക. ഡെവിൾ കാർഡുമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നതാണിത്. നിങ്ങൾ അതിൽ പോയി, ഇവിടെ എല്യൂസീവ് കാർഡും അത് തന്നെയാണ് പറയുന്നത്, ആ ട്രാപ്പിൽ പോയി അകപ്പെടാതിരിക്കുക. നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയിട്ട് വൈബ്രേഷനിൽ വെക്കുക. നിങ്ങൾ ഒരിക്കലും ഈ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അകപ്പെടാതിരിക്കുക. നിങ്ങളുടെ ഓറ എപ്പോഴും ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. അവരെ ഡീകോഡ് ചെയ്യാനും അവർ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനോ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനോ, നിങ്ങളുടെ ബൗണ്ടറി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം നോക്കുക. അല്ലാതെ അവരുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നടന്ന് നിങ്ങളുടെ ബൗണ്ടറി തകർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ താല്പര്യങ്ങളിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ശ്രദ്ധ കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.